മാരിയ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വളരെ വലിയ ആരോപണങ്ങൾ, കെട്ടുകഥകൾ, ദുർവ്യാഖ്യാനങ്ങളൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിമർശകരുടെ ആരോപണത്തെ ഒന്ന് അവലോകനം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആരോപണം ഇങ്ങനെയാണ്: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു രാജാക്കന്മാർക്ക് സമാധാനത്തോടുകൂടി ജീവിച്ചിരുന്ന, യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്ന സമാധാന സ്നേഹികളായ രാജാക്കന്മാർക്ക് എപ്പോഴും ഭീഷണി കത്തുകൾ അയക്കുമായിരുന്നു. അങ്ങനെ ഭീഷണി കത്തുകൾ അയച്ച ഒരു സമാധാന സ്നേഹിയായ രാജാവാണ് മുക്കൗക്കിസ് രാജാവ് എന്നാണ് വിമർശകർ പറയുന്നത്. അങ്ങനെ ആ സമാധാന സ്നേഹിയായ മുക്കൗക്കിസ് രാജാവിന് മുഹമ്മദ് നബി ഭീഷണി കത്ത് ഇങ്ങനെ അയച്ച് ആകെ ശല്യപ്പെടുത്തിയപ്പോൾ മുക്കൗക്കിസ് രാജാവ് ഈ ശല്യം നിൽക്കാൻ വേണ്ടി മാരിയ എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീയെ മുഹമ്മദ് നബിക്ക് അയച്ചു കൊടുത്തു. അത് കിട്ടിയതോടുകൂടി തൗഹീദ് പറയുന്ന മുഹമ്മദ് നബി നിർത്തി. തൗഹീദിന് പകരം ഒരു അടിമയെ പ്രതിഫലം വാങ്ങി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ദൗത്യം നിർത്തി എന്നുള്ളതാണ് ആരോപണം. എന്ന് മാത്രമല്ല, അതിനിടയിൽ കുറേ അശ്ലീല ആരോപണങ്ങൾ, മുഹമ്മദ് നബിയുടെ ലൈംഗികമായ താല്പര്യം മനസ്സിലാക്കിയിട്ടാണ് മുക്കൗക്കിസ് രാജാവ് എന്ന് പറയുന്ന മാന്യനായ രാജാവ് അടിമ സ്ത്രീയെ തന്നെ സെലക്ട് ചെയ്തത്, അങ്ങനെ മുഹമ്മദ് നബിക്ക് അയച്ചു കൊടുത്തത് എന്നൊക്കെയാണ് ആരോപണം. ഇതെത്രത്തോളം സത്യസന്ധമാണ് എന്ന് നമുക്ക് നോക്കാം. മുഹമ്മദ് നബി ആണോ ഈ കഥയിലെ നായകൻ, അതോ മുക്കൗക്കിസ് രാജാവാണോ ഈ കഥയിലെ നായകൻ? ആരാണ് വില്ലൻ എന്നൊക്കെ നമുക്കൊന്ന് ചരിത്രത്തിലൂടെ കണ്ണോടിച്ചുകൊണ്ട് നമുക്ക് നോക്കാം. ഒന്നാമതായി, മുഹമ്മദ് നബി ഈ ഭീഷണിക്കത്ത് അയച്ചു എന്ന് പറയുന്ന രാജാക്കന്മാരെ നമുക്കൊന്ന് നോക്കാം. ഒന്ന്, റോമൻ സാമ്രാജ്യത്വത്തിലെ ഹിറാക്ലിയസ് ചക്രവർത്തി, വളരെ സമാധാന സ്നേഹിയായ, ഭീഷണിക്കത്ത് കണ്ടാൽ ആകെ തലകറങ്ങുന്ന ഒരു രാജാവ്, ഒരു സാമ്രാജ്യത്തിൻ്റെ ആളായിരുന്നു. രണ്ടാമത്തത്, ഹിറാക്ലിയസ് ചക്രവർത്തിയുടെ കീഴിൽ ഷാമിൻ്റെ പ്രവിശ്യയിൽ റോമൻ സാമ്രാജ്യത്വത്തിൻ്റെ രാജാവായി നിലകൊണ്ടിരുന്ന മുക്കൗക്കിസ് രാജാവ്. ഈ രാജാവും സമാധാന സ്നേഹിയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ ഇദ്ദേഹം വളരെ മാന്യനായ, മുഹമ്മദ് നബിയുടെ മാന്യതയില്ലായ്മ തിരിച്ചറിഞ്ഞ, അടിമ സ്ത്രീകളെ മുഹമ്മദ് നബിക്ക് ഇഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു അടിമ സ്ത്രീ അയച്ചു കൊടുത്ത പാവം രാജാവാണോ എന്നുള്ളതും നമുക്കൊന്ന് പരിശോധിക്കാം. മൂന്നാമത്, മുഹമ്മദ് നബി ഭീഷണിക്കത്ത് അയച്ചതായിട്ട് പറയപ്പെടുന്നത് പേർഷ്യൻ ചക്രവർത്തിയായ സാസാനിയൻ രാജാവിനാണ്. ഈ സാസാനിയൻ രാജാവും ഒരു മാന്യനും വളരെ സമാധാനം ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന ആളുമാണ് എന്നൊക്കെ ചരിത്രത്തിൻ്റെ ബാലപാഠം അറിയുന്ന ഒരാൾ പറയൂ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പേർഷ്യൻ അതുപോലെ തന്നെ റോമൻ സാമ്രാജ്യത്വത്തിനാണ് മുഹമ്മദ് നബി ഭീഷണിക്കത്ത് അയച്ചു എന്ന് പറയുന്നത്. ഈ രാജാക്കന്മാർ വളരെ സമാധാന സ്നേഹികളായ രാജാക്കന്മാരായിരുന്നു. ചരിത്രത്തിൽ ഒരു ബാലപാഠം, ഒരു ഉപരിപ്ലവമായ ചരിത്ര വായന നടത്തിയാൽ തന്നെ പേർഷ്യൻ റോമൻ സാമ്രാജ്യത്വങ്ങൾ കാട്ടിക്കൂട്ടിയിരുന്ന ക്രൂരതകൾ, അടിമവൽക്കരണങ്ങൾ ഒക്കെ വളരെ വ്യക്തമായി ചരിത്ര ഗ്രന്ഥത്തിൽ. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. മുഹമ്മദ് നബി വളരെ കുറച്ച് യുദ്ധങ്ങളെ നയിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ മുഹമ്മദ് നബി നയിച്ച എല്ലാ യുദ്ധങ്ങളിൽ കൂടിയിട്ട് ആകെ 1000 വ്യക്തികളാണ് മരണപ്പെട്ടത് എന്ന് ക്രിസ്ത്യൻ പാസ്റ്റർമാരും ക്രിസ്ത്യൻ ഗവേഷകരും തന്നെ പറയുന്നത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ പാവങ്ങളായ മുഹമ്മദ് നബിയുടെ ഭീഷണി കത്ത് കണ്ടിട്ട് പേടിച്ച് അടിമയെ അയക്കാൻ നിർബന്ധിതരായ റോമൻ പേർഷ്യൻ ചക്രവർത്തിമാരുടെ ക്രൂരതകളൊന്ന് നോക്കാം. ഒരു യുദ്ധം മാത്രം എടുക്കാം. ഒരുപാട് യുദ്ധങ്ങളുണ്ട്, ഒരുപാട് ചരിത്രം പറയാണ്ട്. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. റോമൻ പേർഷ്യൻ യുദ്ധം ആയി നടന്ന അമിഡ ഉപരോധം. ഈ അമിഡ ഉപരോധത്തിൽ ഒരൊറ്റ യുദ്ധമാണ്. ബൈസന്റൈൻ ചക്രവർത്തി, അതായത് റോമൻ ബൈസന്റൈൻ ചക്രവർത്തിമാരും തമ്മിലും അതുപോലെ തന്നെ സാസാനിയൻ ഭരണകൂടം, പേർഷ്യൻ ഭരണകൂടവും തമ്മിൽ നടന്ന ഒരു യുദ്ധം. ഒരൊറ്റ ദിവസം മാത്രമാണ് ആ യുദ്ധം നടന്നത്. ആ യുദ്ധത്തിൽ 80,000 ആളുകളാണ് മരണപ്പെട്ടത്. കുടുംബവും അതുപോലെ തന്നെ മനുഷ്യന്മാരും സ്ത്രീകളും അതുപോലെ കുട്ടികളും അടക്കം 80,000 ആളുകൾ ഒരൊറ്റ ദിവസം കൊണ്ട് കൊന്നൊടുക്കിയ 2 സാമ്രാജ്യങ്ങളാണ് പേർഷ്യൻ റോമൻ സാമ്രാജ്യം. ഇവർക്കാണോ മുഹമ്മദ് നബി ഭീഷണിക്കത്ത് അയച്ചത്? ഇവരാണോ മുഹമ്മദ് നബിയുടെ ഭീഷണിക്കത്ത് കേട്ടിട്ട് പേടിച്ചത്? ഒരു ദിവസം കൊണ്ട് 80,000 ആളുകളെ കൊല്ലുന്ന ക്രൂര ഭരണം നടത്തിയിരുന്ന ഭരണാധികാരികൾക്കെതിരെ
പിന്നെ പ്രതികരിച്ചത്. അവരുടെ ക്രൂരത അവസാനിപ്പിക്കണം, അവർ പിന്നെ ദൈവത്തിലേക്ക് മടങ്ങണം എന്ന് പിന്നെ അവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് കത്തയച്ചതാണോ ഭീഷണിക്കത്ത്? ഇസ്ലാം പരിചയപ്പെടുത്തിക്കൊണ്ട്, തൗഹീദ് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു കത്തയച്ചതാണോ ഭീഷണിക്കത്ത്? അങ്ങനെ ഭീഷണിക്കത്ത് അയക്കാൻ മാത്രം സമാധാന സ്നേഹികളായ രാജാക്കന്മാരായിരുന്നു ഒരു ദിവസം കൊണ്ട് 80,000 മനുഷ്യന്മാരെ കൊല്ലുന്ന അന്നത്തെ പേർഷ്യൻ റോമൻ സാമ്രാജ്യം? ആ സാമ്രാജ്യത്തിൻ്റെ, റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ ആ സാമ്രാജ്യത്തിൻ്റെ ബൈസന്റീൻ രാജാവായ ചക്രവർത്തിയായ മുക്കൗക്കിസ് എന്ന് പറയുന്ന രാജാവ് സമാധാന സ്നേഹിയാണോ എന്നൊക്കെ ചിന്തിക്കാൻ കുറച്ചെങ്കിലും ചരിത്രപാഠമുള്ള മനുഷ്യന്മാർക്ക് സാധിക്കുന്നതാണ്. റോമൻ ചക്രവർത്തിയുടെയും അതുപോലെ തന്നെ പേർഷ്യൻ ചക്രവർത്തിമാരുടെയും ക്രൂരമായ കൊലപാതകങ്ങളുടെയും നരഹത്യയുടെയും ചരിത്രം, ജനസൈഡിൻ്റെ ചരിത്രം കേൾക്കണമെങ്കിൽ, നമുക്ക് വായിക്കണമെങ്കിൽ അതിൻ്റെ ലിങ്ക് അടിയിൽ കൊടുക്കുന്നുണ്ട്. heritage-history.comലെ റോമൻ പേർഷ്യൻ സൈന്യത്തെ പറ്റിയിട്ടുള്ള ഒരു ലേഖനത്തിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയാൽ തന്നെ സമാധാനപരമായി ജീവിച്ചിരുന്ന ചക്രവർത്തിമാരും അതുപോലെ തന്നെ സാമ്രാജ്യത്വ ശക്തികളുമായിരുന്നു അവർ എന്ന് നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. ഇനി നമുക്ക് മുക്കൗക്കിസ് രാജാവിലേക്ക് വരാം. ആരാണ് മുക്കൗക്കിസ് രാജാവ്? മുക്കൗക്കിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാനപ്പേരാണ്. അതിൻ്റെ അർത്ഥം മഹാൻ എന്നൊക്കെയാണ്. ഏകദേശ അർത്ഥം മഹാൻ എന്നാണ്. അലക്സാണ്ട്രിയയിലെ സൈറസ് രാജാവ് പ്രവാചക കാലഘട്ടത്തിൽ, അവിടുത്തെ അലക്സാണ്ട്രിയയിലെ സൈറസ് രാജാവായിരുന്നു മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലെ മുക്കൗക്കിസ് എന്ന് പിന്നെ പേര് വിളിക്കപ്പെടുന്ന രാജാവ്. 7-ാം നൂറ്റാണ്ടിലെ അലക്സാണ്ട്രിയയുടെ മെൽക്കൈറ്റ് പാത്രിയാർക്കീസ് ആയിരുന്നു അലക്സാണ്ട്രിയയിലെ സൈറസ്. ഈജിപ്തിലെ അവസാനത്തെ ബൈസന്റൈൻ ഭരണ വംശ രാജാവായിരുന്നു മുക്കൗക്കസ്. കിഴക്കൻ റോമൻ സാമ്രാജ്യത്തെയാണ് ബൈസന്റൈൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ റോമൻ സാമ്രാജ്യം വിശാലമായി കിടക്കുകയാണ്. ഓരോ നാടും വെട്ടിപ്പിടിച്ച് റോമക്കാർ അടിമകളാക്കി അവരെ കൊള്ളയടിച്ചിട്ടാണ് ഇത്രയും വലിയ സാമ്രാജ്യം ഉണ്ടാക്കുന്നത്. ഈ വലിയ സാമ്രാജ്യം ഓരോ മനുഷ്യന്മാരും ഒരു ദിവസം കൊണ്ട് 80,000 ആളുകളെ കൊന്നുകൊണ്ട് ഉണ്ടാക്കിയ സാമ്രാജ്യം 2 ഭാഗങ്ങളായി വിശാലമായി കിടക്കുകയാണ്. അതിൽ കിഴക്കൻ ഭാഗത്തെയാണ് ബൈസന്റൈൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. ബൈസന്റൈൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ സാമ്രാജ്യത്വ ശക്തിയുടെ ഭാഗമാണ്. ആ കിഴക്കൻ പിന്നെ റോമൻ സാമ്രാജ്യമായ ബൈസന്റൈൻ സാമ്രാജ്യത്വത്തിൻ്റെ നേതാവായിരുന്നു മുക്കൗക്കസ് എന്ന് പറയുന്ന ഈ രാജാവ്. 630 റോമൻ ചക്രവർത്തിയായ ഹിറാക്ലിയസ് അലക്സാണ്ട്രിയയിലെ പാർത്തിയാർക്കീസ് ആയിട്ട് നിയമിച്ച ഒരു ചാൽസിഡോണിയൻ ബിഷപ്പും ഈജിപ്തിൻ്റെ ഗവർണറുമാണ് സൈറസ് അഥവാ മുക്കൗക്കിസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ രാജാവ്. ഈജിപ്തിലെ ക്രിസ്ത്യാനികൾ 2 മദ്ഹബുകാരായിരുന്നു. 2 തരം വീക്ഷണങ്ങൾ ക്രിസ്ത്യാനിറ്റിയെ പറ്റി, ക്രിസ്തു മതത്തെപ്പറ്റി, യേശുവിനെ പറ്റി 2 തരം മദ്ഹബുള്ള ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അക്കാലഘട്ടത്തിൽ റോമിലെ യേശുവിനെ സംബന്ധിച്ച് 2 മുഖ്യ വിശ്വാസ രീതികൾ ക്രിസ്ത്യാനികൾക്കിടയിൽ വളരെ സുശക്തമായി നിലകൊണ്ടിരുന്നു. മിയാഫിസൈറ്റിസം, ഡയോഫിസൈറ്റിസം എന്നിങ്ങനെയാണ് ഇതിനെ പറയപ്പെടുന്നത്. യേശുവിനെ സംബന്ധിച്ച് ക്രിസ്ത്യൻ വിശ്വാസ ധാരകളിൽ ഒന്നാണ് മിയാഫിസൈറ്റിസം എന്ന് പറയുന്നത്. യേശു ഒരേ പ്രകൃതിയിൽ, ഒരേ ശരീരത്തിൽ തന്നെ പൂർണ്ണമായും ദൈവവുമാണ്, പൂർണ്ണമായും മനുഷ്യനാണ് എന്ന നിലപാടാണ് മിയാഫിസൈറ്റിസം എന്ന് പറയുന്നത്. അതേസമയം യേശു ഒരു വ്യക്തിയിൽ തന്നെ ദൈവിക സ്വഭാവവും മനുഷ്യ സ്വഭാവമുള്ള 2 പ്രകൃതികളിൽ നിലകൊള്ളുന്നു എന്നുള്ള വിശ്വാസമാണ് ഡയോഫിസൈറ്റിസം എന്ന് പറയുന്നത്. ഈ പിന്നെ വിശ്വാസധാരയുടെ വ്യത്യാസം എന്താണെന്ന് പഠിപ്പിക്കാനല്ല നമ്മളിത് പറഞ്ഞത്. നേരെ മറിച്ച് നമ്മൾ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ 2 രീതിയിൽ യേശുവിനെ വിശ്വസിച്ചിരുന്നു ക്രിസ്ത്യാനികൾ. അപ്പോൾ ഈ 2 രീതിയിൽ വിശ്വസിച്ചിരുന്ന ക്രിസ്ത്യാനികളിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ ബൈസന്റൈൻ ചക്രവർത്തിമാർ, മുക്കൗക്കസ് അടക്കമുള്ള ബൈസന്റൈൻ ചക്രവർത്തിമാരടക്കമുള്ള എല്ലാവരും പിന്നെ അവർ മിയാഫിസൈറ്റിസത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളാണ്. അതേസമയം ഈജിപ്തിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ, അവരെ കോപ്റ്റിക് ക്രിസ്ത്യാനികൾ എന്നാണ് പറയുക. കിബത്തിയ, മാരിയത്തുൽ കിബത്തിയ, മാരിയ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി സ്വീകരിച്ച അടിമ എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ പ്രിയതമ, അവരുടെ വിശേഷണം കിബത്തിയ എന്നാണ്. എന്ന് വെച്ചാൽ മാരിയ
കോപ്റ്റിക് ക്രിസ്ത്യാനിയായിരുന്നു, കോപ്റ്റിക് വംശജരായിരുന്നു. അതായത് ഈജിപ്തിലെ പിന്നെ ആദി വംശജരായിട്ടുള്ള പരമ്പരാഗതമായി ഈജിപ്തിൽ ജനിച്ച് വളർന്നിട്ടുള്ള വ്യക്തികളെയാണ് കോപ്റ്റിക് എന്ന് പറയുക. കോപ്റ്റിക് ക്രിസ്ത്യാനിയായിരുന്നു മാരിയയുടെ വംശക്കാരായ കോപ്റ്റിക് ക്രിസ്ത്യാനികൾ. അവിടെ ഭരിച്ചിരുന്നത് ആരാണ്? മുക്കൗക്കസ് രാജാവ് അടക്കമുള്ള ബൈസന്റൈൻ ചക്രവർത്തി, റോമൻ ചക്രവർത്തിമാരാണ് അവിടെ ഭരിച്ചിരുന്നത്. അവര് കോപ്റ്റിക് വംശജരുടെ വിശ്വാസക്കാരായിരുന്നില്ല. ഈ രണ്ട് വിശ്വാസധാരയിലുള്ള അഭിപ്രായ വ്യത്യാസം കാരണം കോപ്റ്റിക് ചർച്ചിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, കോപ്റ്റിക് ക്രിസ്ത്യാനികളുടെ വെബ്സൈറ്റ്, മുസ്ലിങ്ങളുടെ വെബ്സൈറ്റ് അല്ല, അതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, അതിലുള്ള പുസ്തകത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. കോപ്റ്റിക് ക്രിസ്ത്യാനികൾ തങ്ങളുടെ രീതിയിൽ യേശുവിൽ വിശ്വസിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ ബൈസന്റൈൻ റോമൻ ചക്രവർത്തി മുക്കൗക്കസ് അവിടുത്തെ കോപ്റ്റിക് ക്രിസ്ത്യാനികളെ അടിമകളാക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പം മാരിയ അടക്കമുള്ള വ്യക്തികൾ അവിടുത്തെ ക്രിസ്ത്യൻ രാജാവ് ക്രിസ്തു മതത്തിൻ്റെ പേരിൽ അടിമകളാക്കി പീഡിപ്പിച്ച വ്യക്തികളിൽപ്പെട്ട ആളാണ്. നിങ്ങളൊന്ന് അത് വിശദമായി നമുക്ക് പറയാം. ഏതായിരുന്നാലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മുഹമ്മദ് നബി ആ അടിമയെ സ്വീകരിച്ചു എന്നതുകൊണ്ട് മുഹമ്മദ് നബി ക്രൂരനാണ്, മുഹമ്മദ് നബി പീഡകനാണ്, മുഹമ്മദ് നബി മുക്കൗക്കസ് എന്ന് പറയുന്ന രാജാവിനെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്ന ആളുകൾ എന്ത് നീതിയാണ് ചരിത്രത്തോട് വെച്ച് പുലർത്തുന്നത്? മുക്കൗക്കസ് രാജാവ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്രിസ്ത്യാനികളെ ചുട്ട് പീഡിപ്പിക്കുകയും അവരെ കൊന്നൊടുക്കുകയും ചെയ്യുകയും അവിടുത്തെ കോപ്റ്റിക് ക്രിസ്ത്യാനികളെ അടിമകളാക്കുകയും അവരുടെ പെൺകുട്ടികളെ കൊണ്ടുപോയി മറ്റു രാജാവിന് സമ്മാനമായി അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത ആ പ്രവർത്തനത്തെ വിമർശിക്കാതെ ആ അടിമയെ സ്വീകരിച്ച മുഹമ്മദ് നബിയെ വിമർശിക്കുന്നു. ആ അടിമവൽക്കരണത്തെ വിമർശിക്കാതെ ആ അടിമവൽക്കരിക്കപ്പെട്ട സ്ത്രീയെ മുഹമ്മദ് നബിക്ക് അയച്ചു കൊടുത്തപ്പോൾ ഒരു രാജാവെന്ന നിലയിൽ മറ്റൊരു രാജാവ് അയച്ചു കൊടുക്കുന്ന സമ്മാനം അയാളെ അപമാനിക്കാതെ സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ ആ പീഡകന്മാരായിട്ടുള്ള രാജാക്കന്മാരിലേക്കും ബൈസന്റൈൻ ചക്രവർത്തിമാരിലേക്കും ഈ പാവമടിമയെ തിരിച്ചയച്ചില്ല എന്നതിൻ്റെ പേരിൽ മുഹമ്മദ് നബി നായകനാവുകയാണോ അതോ പീഡകനാവുകയാണോ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഇവിടെ വില്ലൻ ആരാണ്? മുക്കൗക്കസ് രാജാവാണ് ഇവിടെ വില്ലൻ. കാരണം എന്താ? മുക്കൗക്കസ് രാജാവും ബൈസന്റൈൻ ചക്രവർത്തിമാരും ഈജിപ്തിലുണ്ടായിരുന്ന തങ്ങളെപ്പോലെ യേശുവിൽ വിശ്വസിക്കാത്ത കോപ്റ്റിക് ക്രിസ്ത്യാനികൾക്ക് ചെയ്തുകൊണ്ടിരുന്ന പീഡനങ്ങളുടെ കഥ നമ്മളിവിടെ വായിക്കും. എന്താണ് കഥ? കോപ്റ്റിക് ചർച്ചിൻ്റെ വെബ്സൈറ്റ്, നമുക്കെല്ലാവർക്കും ആ വെബ്സൈറ്റിൽ കയറാൻ പറ്റും, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഒരു പുസ്തകം ഞാനിവിടെ പറയാം. ആൽഫ്രഡ് ജെ ബട്ട്ലർ എന്ന് പറയുന്ന വ്യക്തിയുടെ കോപ്റ്റിക് ക്രിസ്ത്യാനിയായിട്ടുള്ള പണ്ഡിതൻ്റെ പുസ്തകം ദ അറബ് കോൺകസ്റ്റ് ഓഫ് ഈജിപ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് 30 years ഓഫ് റോമൻ ഡൊമിനിയൻ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിലെ ചില വരികൾ നമ്മളൊന്ന് നോക്കാം. സെവേറസ് പറയുന്നു, ഹെറാക്ലിയസ് മുക്കൗക്കസും ഈജിപ്തിൻ്റെ മേൽ ഭരണം സ്ഥാപിച്ച വർഷങ്ങളായിരുന്നു അത്. ഈ മുക്കൗക്കസ് ഈജിപ്ത് ഭരിച്ചിരുന്ന സമയത്ത് സമാധാന സ്നേഹിയായിരുന്നു. അവിടുത്തെ ക്രിസ്ത്യാനികളൊക്കെ നല്ല സമാധാനത്തോടു കൂടി ജീവിച്ചിരുന്നതാണോ? അവിടുത്തെ മാരിയ അടക്കമുള്ള അടിമവൽക്കരിക്കപ്പെട്ട ക്രിസ്ത്യാനികളുടെ കഥ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഹെറാക്ലിയസ് അടിച്ചേൽപ്പിച്ച പീഡനത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും ശിക്ഷയുടെയും തീവ്രതയുടെയും ചാൽസിഡോണിയൻ വിശ്വാസം സ്വീകരിക്കാൻ കോപ്റ്റിക് ഓർത്തഡോക്സുകൾ പരക്കെ നിർബന്ധിക്കപ്പെട്ടു. അപ്പോൾ ചാൽസിഡോണിയൻ റോമക്കാരുടെ വിശ്വാസമായ ചാൽസിഡോണിയൻ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ കോപ്റ്റിക് ക്രിസ്ത്യാനികളെ നിർബന്ധിച്ച് മതപരിവർത്തനത്തിനു വേണ്ടി, ആദർശ പരിവർത്തനത്തിനു വേണ്ടി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അത് നടത്തിയതാരാണ്? മുക്കൗക്കസ് ചക്രവർത്തിയാണ്. ചിലരെ പീഡനങ്ങളിലൂടെ, ചിലരെ ബഹുമതികൾ വാഗ്ദാനം ചെയ്ത്, ചിലരെ പ്രലോഭനവും വഞ്ചനയും വഴി അസംഖ്യം ജനക്കൂട്ടത്തെ അവർ വഴിതെറ്റിച്ചു. കോപ്റ്റിക് പാത്രിയാർക്കീസ് ഐസക് ഒന്നാമൻ ജീവചരിത്രത്തിൽ സൈറസിൻ്റെ, മുക്കൗക്കസ് എന്ന് പറയുന്ന രാജാവിൻ്റെ ഭരണകാലത്തിലെ ചില സാമൂഹിക രംഗങ്ങൾ അനാവരണം ചെയ്യുന്നത് ഇപ്രകാരമാണ്. ഐസക് തൻ്റെ ചെറുപ്പകാലത്ത് ജോസഫ് എന്ന പുരോഹിതനെ കാണുകയുണ്ടായി. സൈറസിൻ്റെ അഥവാ മുക്കൗക്കസിൻ്റെ സഭയ്ക്ക് മുമ്പാകെ മുട്ടുകുത്തിച്ച് ഇരുത്തി വിശ്വാസത്തിൽ ഉറച്ചു നിന്നതിൻ്റെ പേരിൽ ആ പുരോഹിതനെ പൊതിരെ പ്രഹരിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ വിശ്വാസം സ്വീകരിക്കാത്തവരൊക്കെ കൊണ്ടുവന്നിട്ട്
എല്ലാ മനുഷ്യന്മാരുടെയും ഇടയിൽ വെച്ച് അടിക്കലായിരുന്നു മുക്കോക്കസ് രാജാവിൻ്റെ പണി എന്ന് ആരാണ് പറയുന്നത്? ക്രിസ്ത്യാനികൾ തന്നെ ക്രിസ്ത്യൻ രാജാവിനെ പറ്റിയിട്ട് പറയാണ്. കോപ്റ്റിക് ക്രിസ്ത്യാനികളുടെ മുഖ്യ പുരോഹിതനായ ബെന്യാമീൻ സ്വന്തം സഹോദരൻ മെനാസിനെ പീഡിപ്പിക്കുകയും മുക്കിക്കൊല്ലുകയും ചെയ്യുകയുണ്ടായി. വിശ്വാസം സ്വീകരിക്കാത്തതിൻ്റെ പേര് മുക്കിക്കൊല്ല ആൾക്കാരെ. ആദ്യം കത്തിച്ച പന്തങ്ങൾ കൊണ്ട് അവൻ്റെ നേരെ പിടിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇരുവശത്തുനിന്നും കൊഴുപ്പ് നിലത്ത് ഉറ്റി വീഴുന്നത് വരെ അദ്ദേഹത്തെ അവർ കത്തിച്ചു. ഒരു മനുഷ്യനെ തീപ്പന്തം എടുത്തുകൊണ്ട് പരസ്യമായി അയാളുടെ ശരീരത്തിൽ നിന്ന് മാംസവും രക്തവും ചലവും ഒക്കെ പുറത്തേക്ക് ചാടുന്നത് വരെ കത്തിച്ച് അയാളുടെ വിശ്വാസം മാറ്റാൻ വേണ്ടി നോക്കിയിരുന്ന ആൾക്കാരാണ് ആര്? മുക്കോക്കസ് ചക്രവർത്തിയും റോമൻ ചക്രവർത്തിയും. തൻ്റെ ആദർശത്തിൽ അചഞ്ചലമായി ഉറച്ചു നിന്ന മെനാസിൻ്റെ പല്ലുകൾ അവർ പറിച്ചെടുത്തു. ചവണ വെച്ചിട്ട് പല്ല് പറിച്ചെടുക്കുക. സമാധാന സ്നേഹികളുടെ പണികളാണിതൊക്കെ. അദ്ദേഹത്തെ മണൽ നിറച്ച ഒരു ചാക്കിൽ കിടത്തി പുറത്തേക്ക് കൊണ്ടുപോയി കരയിൽ നിന്ന് 7 വില്ലുകളുടെ ദൂരം കടലിലേക്ക് തള്ളി. കൗൺസിൽ ഓഫ് ചാൻസിഡോണിലെ അംഗീകരിക്കുകയാണെങ്കിൽ ജീവിക്കാൻ വിടാമെന്നും 3 തവണ വാഗ്ദാനം ചെയ്തു. 3 പ്രാവശ്യവും അദ്ദേഹം വിസമ്മതിച്ചു. തുടർന്ന് അവർ അദ്ദേഹത്തെ കടലിൽ മുക്കി. എന്നിട്ടും മെനാസിനെ കീഴടക്കാൻ അവർക്കായില്ല. തുടർന്ന് അദ്ദേഹത്തെ അവർ കടലിൽ മുക്കിക്കൊന്നു. ഇങ്ങനെ പീഡനങ്ങൾ അഴിച്ചുവിട്ടിരുന്നവരായിരുന്നു കോപ്റ്റിക് ക്രിസ്ത്യാനികൾക്കെതിരെ പീഡനങ്ങൾ അഴിച്ചുവിട്ടിരുന്ന രാജാക്കന്മാരായിരുന്നു ബൈസന്റൈൻ രാജാക്കന്മാർ, മുക്കോക്കസ് രാജാവ് പ്രത്യേകിച്ചു. 10 വർഷക്കാലം സൈറസ് ഈജിപ്തുകാരെ കഠിനമായി പീഡിപ്പിച്ചു. ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ അവരെ തൻ്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഭൂരിപക്ഷം ഈജിപ്ഷ്യൻ ക്രിസ്ത്യാനികളും അദ്ദേഹത്തെ പാർത്തിയാർക്കീസായി അംഗീകരിച്ചില്ല. പകരം ഒളിവിൽ ജീവിച്ചിരുന്ന ബെഞ്ചമിൻ ഒന്നാമൻ മാർപ്പാപ്പയെയാണ് ഈജിപ്ഷ്യൻ ക്രിസ്ത്യാനികൾ പാത്രിയാർക്കീസ് ആയി പരിഗണിച്ചിരുന്നത്. അംഗീകരിക്കാത്തവർ സൈറസ് അഥവാ മുക്കോക്കസ് നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു. ഒളിച്ചു ജീവിക്കുന്ന ക്രിസ്ത്യാനികളെ വേട്ടയാടി പിടിക്കലായിരുന്നു മുക്കോക്കസ് രാജാവിൻ്റെ പണി. മറ്റൊരവസരത്തിൽ സൈറസ് ഈജിപ്ഷ്യൻ ആർച്ച് ബിഷപ്പായ സാമുവലിനെ അടുത്തേക്ക് ഭടന്മാരെ അയച്ചു. അദ്ദേഹത്തെ ഒരു കള്ളനെ പോലെ ചങ്ങലയിൽ തളച്ചു വന്നു. സൈറസ് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ രക്തം വെള്ളം പോലെ ഒഴുകുന്നത് വരെ അദ്ദേഹത്തെ അടിക്കാൻ സൈനികരോട് ആവശ്യപ്പെട്ടു. സാത്താന്റെ പുത്രനും അന്തിക്രിസ്തുവും വഞ്ചകനുമായ സൈറസെ, നിങ്ങളും നിങ്ങളുടെ പൈശാചിക സിദ്ധാന്തങ്ങളെയും അനുസരിക്കുന്നതിന് പകരം ദൈവത്തെയും അവൻ്റെ വിശുദ്ധ ആർച്ച് ബിഷപ്പ് ബെഞ്ചമീനെയും ഞാൻ അനുസരിക്കുന്നത് എന്ന് സാമുവൽ മറുപടി പറഞ്ഞു. സൈറസ് പട്ടാളക്കാരോട് സാമുവലിന്റെ വായ അടിച്ചു പൊട്ടിക്കാൻ ആജ്ഞാപിച്ചു. ഒരു ആർച്ച് ബിഷപ്പിനെ കൊണ്ടുവന്നിട്ട് അയാളെ പീഡിപ്പിക്കുന്ന കഥയാണ് ഈ പറയുന്നത്. അർസേന വരെയുള്ള എല്ലാ ഈജിപ്ഷ്യൻ നഗരങ്ങളിലും സൈറസ് ചാൽസിഡോണിയൻ ബിഷപ്പുമാരെ നിയമിച്ചു. അവർ കോപ്റ്റിക് പുരോഹിതന്മാരെ കണ്ടെത്തുമ്പോഴെല്ലാം വധിച്ചു കൊന്നുകൊണ്ടിരുന്നു. കോപ്റ്റിക് ജനത കോപ്റ്റിക്കുകാരായ പുരോഹിതന്മാരല്ലാതെ അവശേഷിച്ചെങ്കിലും രഹസ്യമായ ഒത്തുചേരലുകൾ സംഘടിപ്പിച്ചു. ഹിസ്റ്ററി ഓഫ് പാട്രിയാർക്കീസ് ഓഫ് കോപ്റ്റിക് ചർച്ച് ഓഫ് അലക്സാൻഡ്രിയ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സൈറസ് അഥവാ മുക്കോക്കസ് ചക്രവർത്തി ഒരു വെർച്വൽ സ്വേച്ഛാധിപതിയായി മാറിയിരുന്നു. ആട്ടിൻകൂട്ടത്തെ വിഴുങ്ങുന്ന ചെന്നായെ പോലെയായിരുന്നു സൈറസ് കോപ്റ്റിക്കുകളെ വേട്ടയാടിയിരുന്നത്. കോപ്റ്റിക്കുകളെയും മോശം സാഹചര്യങ്ങളെക്കുറിച്ച് തൻ്റെ വിവരങ്ങളിൽ ആൽഫ്രഡ് ബട്ട്ലർ പറയുന്നത്, കോപ്റ്റിക് ചർച്ചുകൾ സൈറസ് അടിച്ചു തകർത്തു, പക്ഷെ കോപ്റ്റിക്കുകൾ ഒരിക്കലും വഴങ്ങിയില്ല എന്നാണ്. ചർച്ചുകൾ തകർക്കുക, ക്രിസ്ത്യാനികളെ കൊല്ലുക, ദാരുണമായ അവരെ മതം പരിവർത്തനത്തിന് വേണ്ടി ശ്രമിക്കുക, തീയിലിടുക, മുക്കിക്കൊല്ലുക, പല്ലടിച്ച് തകർക്കുക, പല്ല് പറിച്ചെടുക്കുക, ആർച്ച് ബിഷപ്പുമാരെ പോലും കൊണ്ടുവന്ന് സഭയിൽ വെച്ച് അപമാനിക്കുക, അവരെ കൊല്ലുക, ഇതൊക്കെയായിരുന്നു സമാധാന സ്നേഹിയായ മുക്കോക്കസ് രാജാവിൻ്റെ പണി. മുക്കോക്കസ് രാജാവ് അടക്കം ബൈസന്റൈൻ റോമൻ ചക്രവർത്തിമാർ നടത്തിയിരുന്ന ക്രൂരതകൾ, ക്രിസ്ത്യാനികൾക്കെതിരെ തന്നെ നടത്തിയിരുന്ന ക്രൂരതകളും പീഡനങ്ങളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കോപ്റ്റിക് ക്രിസ്ത്യാനികളിലെ ഒരു കോപ്റ്റിക് ക്രിസ്ത്യാനിയായ മനുഷ്യൻ്റെ മകളാണ് മാരിയ എന്ന് പറയുന്ന നബിക്ക് അടിമ സ്ത്രീ ആയിക്കൊണ്ട് മുക്കോക്കസ് അയച്ച ആ സ്ത്രീ. അപ്പോൾ മാരിയ അടക്കമുള്ള പെണ്ണുങ്ങളെയും കുട്ടികളെയും അടിമയാക്കുക എന്നുള്ളത് റോമക്കാർക്ക് വളരെയധികം
ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഞാൻ ഉദാഹരണത്തിന് കുറച്ച് കണക്കുകൾ ഇവിടെ പറയാം. ഒന്ന്, റോമൻ സാമ്രാജ്യത്തിലെ ജനസംഖ്യയുടെ 20% അടിമകളായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സമൂഹത്തിൽ ഒരു രാജ്യത്തിൻ്റെ, ഒരു സാമ്രാജ്യത്തിൻ്റെ 20% അടിമകളാക്കണമെങ്കിൽ എത്ര ആൾക്കാരെ അവർ അടിമകളാക്കിയിട്ടുണ്ട് എന്നുള്ളത് ചിന്തിച്ച് നോക്കണം. എന്ന് മാത്രമല്ല, AD 1-ാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യത്വത്തിൽ 50 ദശലക്ഷം 50 മില്യൺ ആളുകൾ അടിമകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും പിടിച്ച് അടിമകളാക്കുക എന്നുള്ള പണിയായിരുന്നു റോമക്കാർക്ക് ഉണ്ടായിരുന്നത്. BritishMuseum.org നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കണക്ക് പ്രകാരമാണ് ഞാനിവിടെ പറഞ്ഞത്. രാജാക്കന്മാർ മാത്രമല്ല, രാജാക്കന്മാരുടെ കിങ്കരന്മാർ, ഉദാഹരണത്തിൽ ബേസിൽ രണ്ടാമൻ്റെ ഭരണകാലത്ത് പിന്നെ ലെക്കോപെനോസ്, പരക്കോയിമെനോസ് എന്നിങ്ങനെയുള്ള രാജകിങ്കരന്മാർക്ക് മാത്രം 3000 അടിമകൾ സ്വന്തമായി ഉണ്ടായിരുന്നു. മുഹമ്മദ് നബി ഒരു അടിമയെ തന്നപ്പോൾ അത് സ്വീകരിച്ചതിന് ആണ് ക്രൂരനും സ്ത്രീപീഡകനും ഒക്കെ ആയി ചിത്രീകരിക്കുന്നത്. 3000 അടിമകളെ ഒരു രാജാവിനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാജാവിൻ്റെ കിങ്കരനുണ്ടെങ്കിൽ, ആ രാജവംശത്തെ എന്തുകൊണ്ട് നിങ്ങൾ പിന്നെ അപമതിക്കുന്നില്ല? എന്തുകൊണ്ട് അവർ വിമർശന വിധേയമാകുന്നില്ല? ക്രിസ്തുമത വിശ്വാസികളായ, ക്രിസ്തുമതം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി കോപ്റ്റിക് ക്രിസ്ത്യാനികളെ തന്നെ അടിമകളാക്കിയ ഈ മതപ്രേരിതമായിക്കൊണ്ട് നടത്തപ്പെട്ട അടിമവൽക്കരണത്തെ എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നില്ല? ഇസ്ലാമിനെ മാത്രം ഒരു കോർണറിലിട്ട് അടിക്കുക എന്നുള്ള ഇസ്ലാമോഫോബിയ മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. 3000 അടിമകളുള്ള ഒരു രാജാവ് വിമർശിക്കപ്പെടുന്നില്ല. ആ രാജാവിൻ്റെ 3000 അടിമകളിൽപ്പെട്ട ഒരു ക്രിസ്ത്യൻ അടിമയെ ആ രാജാവ് മുഹമ്മദ് നബിക്ക് അയച്ചു കൊടുത്തപ്പോൾ മുഹമ്മദ് നബി അത് സ്വീകരിച്ചതിൻ്റെ പേരിൽ ഇവിടെ ലൈംഗിക പീഡകനും ഒക്കെ ആയിട്ട് ചിത്രീകരിക്കപ്പെടാം. അപ്പോൾ ബാക്കി 2999 അടിമകളെ വെച്ചിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിനെ പറ്റി, ക്രിസ്ത്യൻ രാജാവിനെ പറ്റി എന്തുകൊണ്ട് വിമർശനമില്ല? എന്തുകൊണ്ട് അയാൾ പാവവും സമാധാന സ്നേഹിയുമായി മാറുന്നു? ഈ ഇരട്ടത്താപ്പാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കും, ഗ്രീൻവുഡ് പബ്ലിക്കേഷൻ ഇറക്കിയ ഡെയിലി ലൈഫ് ഇൻ ബൈസന്റൈൻ എംപയർ, ബൈസന്റൈൻ റോമൻ ചക്രവർത്തിമാർ, ക്രിസ്ത്യൻ ചക്രവർത്തിമാരുടെ ഓരോ ദിവസത്തെയും ജീവിതത്തിലെ സംഭവവികാസങ്ങളെ പറയുന്ന ഒരു പുസ്തകമാണ് മാർക്കസ് ലൂയിസ് റോട്ട്മാൻ്റെ ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ പറയുന്നു, നോക്ക്, 9-ാം നൂറ്റാണ്ടിലെ ധനികയായ വിധവയായ പത്രാസിലെ ഡാനിയേലി ബേസിൽ 1-ാമൻ ചക്രവർത്തിക്ക് 3000 അടിമകളെ സമ്മാനമായി നൽകി. അപ്പോൾ മൊക്കോക്കിസ് ചക്രവർത്തി അടക്കം ഓരോ ചക്രവർത്തിമാർക്കും 3000 അടിമകൾ ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ ചക്രവർത്തിയാണ്. ക്രിസ്തീയ മതത്തിൻ്റെ പേരും പറഞ്ഞ് ക്രിസ്തു മതവിശ്വാസികളായ കോപ്റ്റിക് ക്രിസ്ത്യാനികളെ അടിമവൽക്കരിച്ച് 3000 അടിമകളെ വെച്ച വ്യക്തിയെയോ ആ വ്യക്തിയുടെ മതത്തെയോ അവരുടെ വേദഗ്രന്ഥത്തെയോ അവരുടെ നേതാക്കന്മാരെയോ വിമർശിക്കാതെ ആ 3000 അടിമകളിൽ ഒരു അടിമയെ അയച്ചു കൊടുത്തിട്ട് ആ അടിമയെ തിരിച്ചയച്ച ആ അടിമ പീഡിപ്പിക്കപ്പെടുമെന്നറിയാവുന്നത് കൊണ്ട് അവളെ രക്ഷിച്ച മുഹമ്മദ് നബിയാണോ ഈ കഥയിലെ നായകൻ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. മുക്കോക്കിസിൻ്റെയും അതുപോലെ തന്നെ ബൈസന്റീൻ ചക്രവർത്തിമാരുടെയും റോമൻ ചക്രവർത്തിമാരുടെയൊക്കെ ജീവിത പദ്ധതി എന്ന് പറഞ്ഞാൽ പരമാവധി ആളുകളെ അടിമവൽക്കരിക്കുക എന്നുള്ളതാണ്. അവരെ പീഡിപ്പിച്ച് ക്രിസ്തു മതത്തിൻ്റെ അഥവാ ചാൽസഡോണിയൻ ക്രിസ്തു മതവിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ക്രിസ്ത്യാനികളാണെങ്കിൽ പോലും അവരുടെ സാമ്രാജ്യം ഏത് ക്രിസ്തു മതവിശ്വാസമാണോ വെച്ച് പുലർത്തുന്നത് അതിലേക്ക് കൊണ്ടുവരിക. അത് വിശ്വസിക്കാത്ത ആളുകളൊക്കെ അടിമകളാക്കുക, അവരെ കൊല്ലുക എന്നുള്ള ആ ഒരു നയതന്ത്രത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് മുക്കോക്കസ് ചക്രവർത്തി അഥവാ സൈറസ് ചക്രവർത്തി ഷംഊൻ എന്ന് പറയുന്ന കോപ്റ്റിക് ക്രിസ്ത്യാനികളുടെ നേതാവിനെ അടിമയാക്കി. ഈ ഷംഊൻ എന്ന് പറയുന്ന കോപ്റ്റിക് ക്രിസ്ത്യാനികളുടെ നേതാവ്, ആ നേതാവിന് 2 പുത്രിമാരുണ്ടായിരുന്നു. ഒന്ന് മാരിയ, മറ്റൊന്ന് ഷിരീൻ. ഈ 2 പുത്രിമാരെയും മുക്കോക്കസ് അടിമയാക്കി, അവരുടെ പിതാവായ ഷംഊനെയും അടിമയാക്കി. ഇങ്ങനെ 3000 അടിമകൾ ഉണ്ടായിരുന്ന ഒരു ചക്രവർത്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കത്തയച്ചപ്പോൾ, ഭീഷണിക്കത്ത് എന്നാണ് വിമർശകരുടെ വിമർശനം, ഏതായിരുന്നാലും കത്തയച്ച സമയത്ത് തിരിച്ച് ആ ചക്രവർത്തി ഒരു അടിമയെ അയച്ചു. ആ അടിമയെ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. തൗഹീദിനെ കച്ചവടം ചെയ്തതാണത്, തൗഹീദ് പറഞ്ഞതിൻ്റെ പേരിൽ പ്രതിഫലം വാങ്ങി എന്നൊക്കെയാണ് വിമർശനം. ഇവിടെ വിമർശകർ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്ന് വെച്ചാൽ, മുഹമ്മദ് നബി ആ
അടിമ സ്ത്രീയെ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ, മാരിയയെ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? മാരിയ എന്ന് പറയുന്ന നിഷ്കളങ്കയായ ആ സ്ത്രീ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് തന്നെ, മുക്കോക്കസിൻ്റെ കീഴിലേക്ക് തന്നെ പോകും. മുക്കോക്കസ് അവരുടെ കുടുംബത്തെയും അവരുടെ സഹോദരിയെയും അവരുടെ ഉപ്പയെയും അടിമവൽക്കരിച്ച് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുക്കോക്കസ്. ആ പീഡനത്തിലേക്ക് തന്നെ മുഹമ്മദ് നബി തിരിച്ചു വിടണമായിരുന്നു. കോപ്റ്റിക് ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ മുക്കോക്കസ് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭൂമിയിലേക്ക് മുഹമ്മദ് നബി മാരിയയെ തിരിച്ചു വിടുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? തീർച്ചയായും അല്ല. പ്രവാചകൻ ചെയ്ത ആ കാരുണ്യത്തിൻ്റെയും രക്ഷയുടെയും പാഠമാണ് മാരിയയെ സ്വീകരിച്ചു എന്നുള്ളത്. രണ്ടാമതായി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പറഞ്ഞതിൻ്റെ പേരിൽ പ്രതിഫലം വാങ്ങി, തൗഹീദ് കച്ചവടം നടത്തി എന്നൊക്കെ ഇതിൽ നിന്ന് തെളിയുന്നുണ്ടോ? അപ്പം ഞാനിവിടെ ഇസ്ലാമികമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെ ഞാൻ ഇസ്ലാം മതത്തെ പറ്റി ഉപദേശം നൽകി. അപ്പോൾ അയാൾക്ക് ഇസ്ലാമിൻ്റെ ആ എൻ്റെ ഉപദേശം വളരെ ഇഷ്ടപ്പെട്ടു. അയാൾ ഇസ്ലാം സ്വീകരിച്ചൊന്നുമില്ല, പക്ഷേ അയാൾക്ക് വളരെ ഇഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് അയാളൊരു സമ്മാനം നൽകി എന്ന് വിചാരിക്കുക. ഞാനത് സ്വീകരിച്ചാൽ ഞാൻ ഇസ്ലാമിനെ വിറ്റു എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയൂ? അപ്പോൾ ഈ വിമർശിക്കുന്ന ആളുകളിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ നിരീശ്വരവാദവും അതുപോലെ തന്നെ ഇസ്ലാമോഫോബിയയും ഒക്കെ വിറ്റഴിക്കുകയാണ്. എന്നിട്ട് അതിന് പകരം അവർക്ക് പ്രതിഫലം കിട്ടുന്നില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? ആ പ്രതിഫലത്തിന് വേണ്ടി അവരവരുടെ ആദർശം വിറ്റു എന്നാണോ? മുഹമ്മദ് നബി അതോടുകൂടി തൗഹീദ് പറയുന്നത് നിർത്തിയോ? സമ്മാനം കിട്ടി, അതുകൊണ്ട് എനിക്ക് തൗഹീദ് വേണ്ട എന്ന് പറഞ്ഞു നിർത്തിയാലല്ലേ അത് കച്ചവടാവുക? അപ്പോൾ മുഹമ്മദ് നബി അവിടെ കച്ചവടം നടത്തിയിട്ടില്ല. പിന്നെയും അദ്ദേഹം തൗഹീദ് പറഞ്ഞുകൊണ്ടിരുന്നു. രാജാക്കന്മാർക്ക് കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു. പീഡകരായ മനുഷ്യന്മാരെ, പീഡകരായ രാജാക്കന്മാരിൽ നിന്ന് അവരുടെ സാമ്രാജ്യത്വത്തെ യുദ്ധത്തിലൂടെ വിജയിച്ചടക്കി അവരുടെ സാമ്രാജ്യത്തിന് കീഴിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാരെ രക്ഷപ്പെടുത്തി. അതൊക്കെ അല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് ചെയ്തത്? അതല്ലാതെ സമ്മാനം കിട്ടിയതോടുകൂടി അവസാനിപ്പിച്ചോ മുഹമ്മദ് നബിയുടെ പ്രബോധനം? ഇല്ല. അപ്പോൾ തൗഹീദ് പറഞ്ഞ് പ്രതിഫലം വാങ്ങി കച്ചവടം നടത്തി എന്നൊക്കെ പറയുന്നത് ബാലിശമായ ആരോപണമാണ്. മാത്രമല്ല, മുഹമ്മദ് നബി മാരിയയെ തിരിച്ചയച്ചിരുന്നുവെങ്കിൽ മുഹമ്മദ് നബി മാരിയയെ നാശത്തിലേക്ക് തന്നെ തള്ളിവിടുന്നതിന് തുല്യമാകുമായിരുന്നു. മാരിയയുടെ ജീവിതത്തിൽ നടന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും അവളുടെ ജീവിതത്തിൽ ഏറ്റവും അവൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമായിട്ടാണ് ഈജിപ്തിലെ പീഡനം ലോകത്ത് നിന്ന് രക്ഷപ്പെട്ട് മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് വന്ന് ഉമ്മുൽ മുഅ്മിനീനായിക്കൊണ്ട്, വിശ്വാസികളുടെ മാതാവായിക്കൊണ്ട് ഏറ്റവും സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം നയിക്കാൻ മാരിയക്ക് സാധിച്ചു എന്നുള്ളത് മാരിയയുടെ ജീവിതത്തിൽ റളിയല്ലാഹു അൻഹ ഏറ്റവും വലിയ ഒരു സംഭവമായിട്ടാണ് അവർ പരിഗണിക്കുന്നത്. അവർ അതിന് തിരിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് പീഡനമാണ് എന്നാണ് അവിടെയും നിരീശ്വരവാദികൾ അല്ലെങ്കിൽ നാസ്തികർ ആരോപിക്കുന്നത്. അപ്പോൾ അതിലൊരു തരത്തിലും നീതീകരണമോ ന്യായമോ ഇല്ല എന്നുള്ളതാണ്. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുക്കൗഖസിന് അയച്ച ഭീഷണിക്കത്ത് നമുക്കൊന്ന് വായിക്കാം. എന്താണ് മുഹമ്മദ് നബി അയച്ചത്? അതിൻ്റെ അറബി നമുക്ക് കാണാം, അതിൻ്റെ ഒപ്പം തന്നെ മലയാളത്തിൽ അതിൻ്റെ അർത്ഥവും നമുക്ക് വായിക്കാം. പരമകാരുണികനും കരുണാനിധിയുമായ ദൈവത്തിൻ്റെ നാമത്തിൽ, ദൈവദൂതനും ദാസനുമായ മുഹമ്മദിൽ നിന്ന് ഈജിപ്തുകാരുടെ നേതാവായ മുക്കൗഖസിനും. വളരെ ആദരവോടുകൂടിയാണ് മുക്കൗഖസിനെ അവിടെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് എന്ന് മാത്രമല്ല, കത്ത് തുടങ്ങുന്നത് തന്നെ ദൈവത്തിൻ്റെ കാരുണ്യം പറഞ്ഞുകൊണ്ടാണ്. സന്മാർഗം പിന്തുടരുന്നവർക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ കത്ത്. ഇതാണ് ഭീഷണിക്കത്തിൻ്റെ ഒരു തുടക്കം. താങ്കളെ ഇസ്ലാമിൻ്റെ സന്ദേശത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. താങ്കൾ ഇസ്ലാം സ്വീകരിക്കുക, എങ്കിൽ താങ്കൾക്ക് സമാധാനവും രക്ഷയും ഉണ്ടാകും. താങ്കൾ ഇസ്ലാം സ്വീകരിക്കുക, എങ്കിൽ ദൈവം താങ്കൾക്ക് പരലോകത്ത് 2 ഇരട്ടി പ്രതിഫലം നൽകും. ഇനി താങ്കൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഞാൻ വന്ന് നിങ്ങളെ കൊല്ലും എന്നല്ല പറയുന്നത്. നേരെ മറിച്ച് താങ്കളുടെ പ്രജകളുടെ, കിബത്തികളുടെ അവരെ വഴികേടിലേക്ക് നയിച്ചതിൻ്റെ പാപം താങ്കൾ പേറേണ്ടി വരും. പറയുക, വേദക്കാരെ, ഞങ്ങൾക്ക് നിങ്ങൾക്കുമിടയിൽ സമമായ ഒരു വാക്യത്തിലേക്ക് നിങ്ങൾ വരുവീൻ. അതായത്, അല്ലാഹു അല്ലാതെ നാം ആരാധിക്കാതിരിക്കുകയും അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും നമ്മളിൽ ചിലരെ അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളാക്കാതിരിക്കുകയും ചെയ്യുക എന്ന സമതത്വത്തിലേക്ക് നമ്മൾ വരൂ. എന്നിട്ട് അവർ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം നിങ്ങൾ പറയുക, ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ് എങ്കിൽ എന്നതിന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചു കൊള്ളുക. ഇതാണ് മുഹമ്മദ് നബി അയച്ച കത്ത്. ഒരു ഭീഷണിയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല.
എന്ന് മാത്രമല്ല മുക്കോക്കസ് ഈ പിന്നെ കത്ത് വായിച്ചപ്പോൾ മുക്കോക്കസിനും ഭീഷണി മനസ്സിലായിട്ടില്ല, നാസ്തികർക്ക് മാത്രമാണ് ഇതിൽ ഭീഷണി കണ്ടെത്താൻ കഴിഞ്ഞത്. മുക്കോക്കസ് രാജാവ് പറഞ്ഞത് ഇന്നി കഥ നലർത്തു ഫി ഹംരി ഹാദൻ നബി, ഞാൻ ഈ നബിയുടെ കത്ത് വായിച്ചു. ഫിഹി വലാ യൻതഹി അൻ മർഗൂബും ഫിഹി, ഇയാളെ വെറുക്കേണ്ട ഒരു കാര്യവും ഞാൻ ഈ കത്തിൽ കാണുന്നില്ല. ഇയാളിൽ താല്പര്യം ജനിക്കുന്ന പലത് കാണുന്നുമുണ്ട്. നല്ലൊരു മനുഷ്യനാണ് ഇയാളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അയാളൊരു സാഹിറല്ല, ഒരു മാരണക്കാരനല്ല, ഒരു വഴികെട്ടവനല്ല എന്നും ഞാൻ മനസ്സിലാക്കുന്നു. അയാളൊരു നുണയനായ ജ്യോത്സ്യക്കാരനുമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അയാളുടെ അടുക്കൽ ഒരു പ്രവാചകന്റെ അടയാളം ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചു കാലം ഞാനൊന്ന് ചിന്തിക്കട്ടെ, ഞാനൊന്ന് പഠിക്കട്ടെ എന്നാണ് മുക്കോക്കസ് രാജാവ് പറഞ്ഞത്. അപ്പോൾ മുക്കോക്കസിന് തോന്നിയിട്ടില്ല ഇതിൽ ഭീഷണി ഉണ്ടെന്ന്. മുക്കോക്കസിന് ഇയാൾ പ്രവാചകനാണോ എന്ന സംശയം പോലും തോന്നി. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പഠിക്കട്ടെ എന്നാണ് മുക്കോക്കസ് പറഞ്ഞത്. പക്ഷേ മുക്കോക്കസിന്റെ ചരിത്രം അറിയാത്ത, ആരാണ് മുക്കോക്കസ് എന്ന് പോലും അറിയാത്ത നാസ്തികർക്ക് മനസ്സിലായി, മുക്കോക്കസ് രാജാവിന് മുഹമ്മദ് നബിയുടെ വൃത്തികേട് മനസ്സിലായി, മുഹമ്മദ് നബിയുടെ ലൈംഗിക താല്പര്യം മനസ്സിലായി. അതുകൊണ്ടാണ് ഈ മാരിയയെ അയക്കാൻ കാരണം, ഒരു അടിമ സ്ത്രീയെ അയക്കാൻ കാരണം എന്ന നുണയാണ് നാസ്തികർ വെച്ച് പുലർത്തുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു നുണയും കൂടി നമുക്ക് കാണാൻ സാധിക്കും. മാരിയയെ മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് അയക്കുന്ന സമയത്ത് മുഹമ്മദ് നബിയുടെ ഒപ്പം ഒരു ഷണ്ടനായ വൃദ്ധനുണ്ടായിരുന്നു. ആ ഷണ്ടനായ വൃദ്ധനെയും കൂടിയിട്ടാണ് അയച്ചത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒരു വാചകം കാണാം. ഈ വാചകം വെച്ചുകൊണ്ട് കാമം ഇങ്ങനെ കരഞ്ഞു തീർക്കുന്നത് നമ്മൾ കാണാണ്. എന്താണ് അതിലൂടെ മുക്കോക്കസ് രാജാവ് ഒരു സൂചന നൽകിയതാണ്. ഷണ്ടനായ ഒരു മനുഷ്യനെ ഇതിൻ്റെ ഒപ്പം, മാരിയയുടെ ഒപ്പം അയക്കുന്നതിലൂടെ മുഹമ്മദ് നബിയുടെ മനസ്സിലെ വൃത്തികേടിനെ പ്രതീകാത്മകമായി ചിത്രീകരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലൈംഗികവൽക്കരിച്ചു കൊണ്ട് സംസാരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആരായിരുന്നു ആ ഷണ്ടനായ വൃദ്ധൻ എന്ന് ചരിത്ര ഗ്രന്ഥത്തിൽ തന്നെ കാണാം. ഉദാഹരണത്തിന് തൊബിരിയുടെ അൽ മുൻതഖബ് ഫി ദൈലിൽ മുദൈൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും തൊബക്കാത്തുൽ കുബ്ര, ഇബ്നു സഅദിന്റെ തന്നെ തൊബക്കാത്തുൽ കുബ്രയിലൊക്കെ പറയുന്നുണ്ട് കാന മാരിയ, മാരിയയുടെ സഹോദരനായിരുന്നു ആ വൃദ്ധൻ എന്ന് വ്യക്തമായി കാണാം. അപ്പോൾ കൂടെ അയച്ചത് മുഹമ്മദ് നബിക്ക് പ്രതീകാത്മകമായിട്ട് അദ്ദേഹത്തിൻ്റെ വൈകാരികത പ്രകടിപ്പിക്കാൻ വേണ്ടി വൃത്തികെട്ട മുഹമ്മദാണിത് എന്ന് പറയാൻ വേണ്ടിയിട്ട് മുക്കോക്കസ് പ്രതീകാത്മകമായി അയച്ച ഒന്നല്ല. നേരെ മറിച്ച് കൂടെ കൊണ്ടുപോകാൻ സഹോദരനെയും കൂടി അയച്ചതാണ്. ഈ സഹോദരനും പോലും മുക്കോക്കസ് രാജാവിനാൽ പീഡിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ്, കോപ്റ്റിക് ക്രിസ്ത്യാനിയാണ്. അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന കോപ്റ്റിക് ക്രിസ്ത്യാനിയായ സഹോദരനും മാരിയക്കും രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഉണ്ടായത്. ഈ മാരിയയെ അയക്കുന്ന സമയത്ത് മാരിയയുടെ സ്ഥാനവും കൂടി മുക്കോക്കസ് രാജാവ് ദൂതനിലൂടെ മുഹമ്മദ് നബിയെ അറിയിക്കുകയുണ്ടായി. വബാസ്തുയിലേക്ക് ജാരിയത്തൈനി ലഹുമ മക്കാനും ഫിൽ ഖിബ്തുൽ അദീം, കോപ്റ്റിക് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ മഹത്തായ സ്ഥാനം ഈ അടിമക്കുണ്ട്. എന്ന് വെച്ചാൽ വളരെ വലിയൊരു കുടുംബത്തിൽ പിറന്ന ആ കുടുംബത്തെയാണ് ഈ ക്രിസ്ത്യൻ രാജാവായ മുക്കോക്കസ് അടിമയാക്കി വെച്ചിട്ടുള്ളത്. അയാൾക്കറിയാം ഇവര് അടിമത്തത്തിന് അർഹരല്ല എന്ന്. എന്നിരുന്നാൽ പോലും മതപരമായ വർഗീയതയുടെ പേരിൽ അടിമയാക്കിയ ഈ അടിമ സ്ത്രീ വലിയ കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് അയക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ സ്ത്രീയെ പ്രജകളിൽ ആർക്കും കൊടുക്കാൻ സാധിക്കില്ല. ആരെങ്കിലും എടുത്തു കൊണ്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ പറ്റിയൊരു സ്ത്രീയല്ല എന്ന സൂചന തന്നെ മുക്കോക്കസ് രാജാവ് മുഹമ്മദ് നബിക്ക് പ്രത്യേകം അറിയിച്ചിരുന്നു. അത് ആദരിച്ചുകൊണ്ട്, മാരിയെ ആദരിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി തന്നെ ആ നേതാവിൻ്റെ മകളായ മാരിയയെ സ്വീകരിക്കുക എന്നുള്ളത് ആ കാലഘട്ടത്തിൻ്റെ മര്യാദയാണ്. ആ കാലഘട്ടത്തിൻ്റെ മര്യാദയെ പാലിച്ചുകൊണ്ട് മുഹമ്മദ് നബി അവരെ പ്രിയതമയായി സ്വീകരിച്ചു എന്നുള്ളതാണിത്. ഇതിൽ യാതൊരു വിധത്തിലും മുഹമ്മദ് നബിയുടെ ക്രൂരതയെയോ മുഹമ്മദ് നബിയുടെ ലൈംഗികതയെയോ ഒന്നും സൂചിപ്പിക്കുന്ന ഒന്നും ഈ കഥകളിലില്ല. എന്ന് മാത്രമല്ല, മുഹമ്മദ് നബിയുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ ക്രൂരത, അവരുടെ ഇടയിലുണ്ടായിരുന്ന അടിമവൽക്കരണം, അവരുടെ ഇടയിലുണ്ടായിരുന്ന ലൈംഗികമായ അരാജകത്വം, ഇതൊക്കെയാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇതിനൊന്നും അഭിസംബോധനം ചെയ്യാതെ ഇടയിൽ എന്തെങ്കിലും ഒരു വാക്ക്, ഒരു വാചകം ദുർവ്യാഖ്യാനിച്ച് മുഹമ്മദ് നബിയെ അപമതിക്കാൻ
ചാൻസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്ന നാസ്തികർക്ക് മാത്രമാണ് ഇതിൽ മ്ലേച്ഛത കാണാൻ സാധിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയുക.